ഹലോ ഇത് ഹായ്. ഞങ്ങളുടെ ഇതൊന്ന് വാഷ് ഓർഗനൈസ് ബേസിന് ചെയ്താലോ താഴെ നമുക്ക്? വെച്ചിരിക്കുന്ന ഒരു ഇതിൽ സ്റ്റാൻഡാണ് കുറേ കേട്ടോ. സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് വാഷ് എന്തൊക്കെ ബേസിന്റെ താഴെ ആവശ്യമുണ്ടോ വെക്കുന്ന ഒരു എന്തൊക്കെ റാക്കാണിത്. ആവശ്യമില്ല അങ്ങനെ അപ്പോൾ ഇതിൽ എല്ലാം കുറേ ഇതിലുണ്ടാവും. സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മുടെ വാഷ് ആവശ്യമുള്ളതും ബേസിൻ ഇല്ലാത്തതും ബാത്റൂമിന് അങ്ങനെ തൊട്ട് ഒത്തിരി ഫ്രണ്ടിൽ ഒത്തിരി തന്നെയാണ്. സാധനം. അതുകൊണ്ട് ഇതെന്താണെന്ന് തന്നെ വെച്ചാൽ ഇത് അവിടെയുള്ള ഒരു സ്റ്റാൻഡ് എന്ന് താളിയാണ് പറയുമ്പോൾ കേട്ടോ. നമ്മുടെ ടോയ്ലറ്റിലേക്ക് എന്താ ആവശ്യമുള്ള പറയുക, എല്ലാ ഉലുവയും സാധനങ്ങളും, അതുപോലെ തന്നെ വേറെ ചെമ്പരത്തിയും നമുക്ക് തുടയ്ക്കാനുള്ള അങ്ങനെ സാധനങ്ങൾ, എന്തൊക്കെയോ അങ്ങനെ ഇട്ടിരിക്കുന്ന ബ്രഷ് ഒരു ചെയ്യാനുള്ള താളിയാണ്. സാധനങ്ങൾ നമുക്കതിൻ്റെ പേര് എല്ലാം ഈ മറന്നുപോയി. സാധനത്തിൽ നമ്മളിതൊരു ഉണ്ടാവും കേട്ടോ. വേറൊരു കുപ്പിയിൽ കൊട്ടി ഇതെന്ന് വെച്ചിരിക്കുന്നതാണ്. പറയുന്നത് എനിക്ക് ശരിക്കും അതിൻ്റെ നമ്മൾ പാക്കറ്റ് ഓൺലൈനിൽ മറന്നു പോയിട്ടോ. വാങ്ങിച്ചിട്ടുള്ള തലയിൽ തേക്കാനുള്ള ഒരു എന്താ പറയുക, ഷാമ്പു, അതായത് മൂക്കിലൊക്കെ ഒരു കുത്തുന്ന ഹെർബൽ നല്ല പോലത്തെ ഒരു സാധനമാണ് ഒരു ഈ ഉലുവപ്പൊടി സ്മെല്ലാണ് അങ്ങനെയൊക്കെ ഇട്ടിട്ട്. പിന്നെ അത് അതിന്റെ മറ്റേ പാക്കിംഗ് കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഏതാ ബ്രാൻഡ് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഡെറ്റോള് ഒരു കഴിയാറായതുണ്ട്, പിന്നെ പൊട്ടിക്കാത്തുണ്ട്, അതുപോലെ തന്നെ കണ്ടീഷണർ, പിന്നെ ഫാബ്രിക് ആണ് കേട്ടോ, സോഫ്റ്റ്നർ ആണ് ഇത്. ഇത് ഞാൻ ഈ മഴക്കാലങ്ങളിലൊക്കെ തുണികളിൽ ഒരു സ്മെല്ല് വരില്ലേ, അത് ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നല്ല പ്രോഡക്റ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലിസോള്, പിന്നെ നമ്മുടെ മഴക്കാലങ്ങളിലൊക്കെ സ്കൂളിൽ എന്താ പറയാ ബോഡി വാഷ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഏറ്റവും മുകളിൽ വെച്ചിരുന്നത്. കാരണം താഴെ ഇത് കൊള്ളില്ല, അതുകൊണ്ട് തന്നെ മുകളിലാണ് ഏറ്റവും ടോപ്പ് റാക്കിലാണ് വെക്കുക. നമ്മൾ ഇങ്ങനത്തെ സാധനം ഉള്ളിയും ഉരുളക്കിഴങ്ങൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ അതിന്റെ തന്നെ വേറൊരു സാധനമാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ചിലവരുടെയൊക്കെ മറ്റേ വാഷ് ബേസിന്റെ താഴെ കബേർഡുകൾ ഉണ്ടാവും. അപ്പൊ ഈ കബേർഡുകളിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാം. പക്ഷെ പഴയ വാഷ് ബേസിനാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ കുറെ ബാത്റൂം ജനലിൽ ഇങ്ങനെ നിരത്തി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ട്രാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പൊട്ടിക്കാത്ത പേസ്റ്റുകള്, അതുപോലെ തന്നെ എന്താ പറയാ പിന്നെ നോർമൽ പേസ്റ്റ് ബ്രഷുകള്, പേസ്റ്റ് ഉണ്ടാവും, ബ്രഷ് ഉണ്ടാവും, പിന്നെ സോപ്പുകൾ, ഉപയോഗിക്കാത്ത സോപ്പുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഇത് പിയേഴ്സിന്റെ ബ്ലൂ കളറാണ്. നല്ല മണം കേട്ടോ. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന പിയേഴ്സ് എപ്പോഴും ഉപയോഗിച്ച് മടുത്തിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് ഞാൻ വാഷ് ബേസിൻ കഴുകുന്ന ഒരു സ്പഞ്ചാണ്. അപ്പോൾ അതുപോലെ ഇത് ഡോക്ടർ വാഷിന്റെ ഒരു സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല ക്ലീൻ ആവും തുണികളൊക്കെ വാഷ് ചെയ്യുമ്പോൾ. ഞാൻ വളരെ കുറച്ച് തുണികളെ വാഷ് ചെയ്യാറുള്ളൂ, യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് നമ്മൾ ഷൂ ഒക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പേസ്റ്റും ബ്രഷും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ. പിന്നെന്താ, പിന്നെ മോളുടെ സോപ്പ്, അത് ഡഫിയാണ് അവൾ ഉപയോഗിക്കുന്നത്. അത് അങ്ങനെ കുറെ സാധനങ്ങളാണ് ഈ സെക്കൻഡ് റാക്കിലുള്ളത് കേട്ടോ. തേർഡ് റാക്കില് എന്തൊക്കെ വേണ്ട അതൊക്കെ നാഫ്തലിൻ ഗുളികയാണ്. അത് ഞാൻ ഈ ചെറിയ പാറ്റുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നതാണ് കേട്ടോ. ഇത് സ്ക്രബാണ്, കുറേ സ്ക്രബുകളുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഡിഷ് വാഷ് ഒക്കെ വെക്കും. ഇത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. ഇതൊരു ഓയിലാണ്, മറ്റേ നോർമൽ ഹെയർ ഓയിലാണ്. നമ്മൾ എവിടേക്കെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ കണ്ടില്ല. പിന്നെ അതുപോലെ ഡിഷ് വാഷ് ഒക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ കത്രിക, സ്ക്രബ്ബേഴ്സ്, ബ്രഷുകള്, ഇതൊക്കെയാണ് ഈ തേർഡ് റാക്ക്. അതൊന്ന് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഒന്നുകൂടി വെക്കാം. ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടി തട്ടി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ ഇതെല്ലാം വൃത്തികേടാക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ചെമ്പരത്തിയും അതുപോലെ തന്നെ ഇതിന്റെ പൂവും ഒക്കെ ഇട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള പൊടിയാണ്. അങ്ങനെയല്ല, എൻ്റെ അമ്മ ഇങ്ങനെ പൊടിച്ചിട്ട് ആക്കി തരും. അമ്മക്ക് ഈ മുടി സംരക്ഷണം, എൻ്റെ മുടി സംരക്ഷണം ഭയങ്കര കാര്യമാണ്. പക്ഷെ എനിക്ക് മുടി വെട്ടിക്കളിക്കലാണ് മെയിനായിട്ടുള്ള ജോലി. അപ്പോൾ അതെല്ലാം നമുക്ക് ഒന്നുകൂടെ റീഓർഗനൈസ് ചെയ്ത് വെക്കാം. ഏറ്റവും മുകളിൽ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള സാധനങ്ങൾ വെക്കാം. പിന്നെ ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള സാധനങ്ങളും വെക്കാം. പിന്നെ ഉപയോഗിക്കാത്ത സോപ്പും ബ്രഷും ഒക്കെ താഴെ വെക്കാം. പിന്നെന്താ, അങ്ങനെ വെച്ചിട്ട് നമ്മുടെ വാഷ് ബേസിൻ്റെ താഴെയാണ് നമ്മളിതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ എത്ര വൃത്തിയാക്കി വെച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് വൃത്തികേടാവും. കാരണം എന്താണെന്നറിയോ, വാഷ് ബേസിൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം വീഴുക, പിന്നെന്താ പറയുക, അവിടെ നിൽക്കുന്നവർ നല്ല ശ്രദ്ധിച്ച് നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മറിഞ്ഞ് വീഴുക. പിന്നെ ഒന്നെടുക്കുമ്പോൾ പല സാധനങ്ങളും പല പൊസിഷനിലായിരിക്കും പിന്നെ കിടക്കുന്നുണ്ടാവുക. പിന്നെ നമ്മൾ വിചാരിക്കും പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ച് അതൊരു ഏകദേശം പരുവാകുമ്പോഴാണ് പിന്നെ ഞാൻ രണ്ടാമത്തെ റീഓർഗനൈസേഷൻ. അങ്ങനെ ചില പൊട്ട സ്വഭാവങ്ങളൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തു, ക്ലീൻ ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് പഴയ പോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ.
ഇതിൻ്റെ പണി എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞു കേട്ടോ. ഒരു 10-15 മിനിറ്റ് അത്രയും വേണ്ടി വന്നുള്ളൂ എനിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.